ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഒരു പ്രാവശ്യം മാത്രമേ വരും, പിന്നെ നീ എന്നെ വിളിക്കുകയും ശല്യപ്പെടുത്തുകയൊന്നും ചെയ്യൊന്നും പറ്റില്ലേ? ഇപ്പൊ എന്തിനാ വിളിച്ചത്? അങ്ങനെയല്ലല്ലോ, ഒരു തവണ വന്നു, അതിന്റെ ഒരു സന്തോഷം പങ്കിടാൻ വിളിക്കണ്ടേ? എന്ത് സന്തോഷം? എനക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എനിക്കെന്നാ നല്ല സന്തോഷമുണ്ട്. കാരണം ഞാൻ ഏതാണ്ട് വിചാരിച്ച പോലെയൊക്കെ നീ എനിക്ക് വന്ന് എല്ലാം വേണ്ടുവോളം തന്നു. അതിന്റെ സന്തോഷം അറിയിക്കണ്ടേ? അല്ല, നിന്റെ ആവശ്യം കഴിഞ്ഞല്ലോ. നീ എന്നാ ഭീഷണിപ്പെടുത്തിയും ഇതാക്കിയും സാധിച്ചെടുത്ത്. പിന്നെ എനക്ക് പിന്നെ എന്ത് സന്തോഷം വരാനാ? ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. വന്നിട്ട് നല്ല നല്ല രസമായിട്ട് എല്ലാം എനിക്ക് വേണ്ടുന്ന ഞാനും ചെയ്തു തന്നില്ലേ? ചെയ്തു എന്നൊന്നും പറയാൻ പറ്റൂല. രണ്ടാക്കും ഇഷ്ടാണെങ്കിലല്ലേ അതിന് സന്തോഷം ഉണ്ടാവും. എനിക്കെന്തായാലും നല്ല സന്തോഷം ഉണ്ടായിരുന്നു. നീ സന്തോഷിക്ക്. എനിക്ക് ഇനി എന്നെ വിളിക്കാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വരുവേയില്ല. അങ്ങനെ പറയരുത്, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇപ്പം വിളിച്ചത്? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ ആയിരിക്കൂലേ? ഇപ്പം വിളിച്ചത് ഞാൻ നീ വന്നതിന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി വിളിച്ചതാണ്. നീ സന്തോഷം പങ്കിടാൻ വിളിച്ച് എന്നോട് ആദ്യം പറയില്ലേ നീ ഇന്ന സ്ഥലത്ത് വരുവോ? അതെങ്ങനെ എന്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് എത്ര പെട്ടെന്ന് കിട്ടിയ? നിന്നെ എനക്കറിയില്ലേ? നിന്നെ മനസ്സിലാക്കിയ പോലെ, ഞാൻ മനസ്സിലാക്കിയ പോലെ അത് വേറെ ആരെ മനസ്സിലാക്കിയിട്ടുണ്ടാവോ? ഒറ്റ ദിവസം കൊണ്ടോ? ഒറ്റ ദിവസമൊന്നുമില്ല. നീ കോളേജിൽ പഠിക്കുമ്പേ അങ്ങനെ തന്നെ. അയ്യോ, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ നിന്റെ പിറകൊന്നും ഞാൻ വന്നിട്ടില്ല. ഇങ്ങനെ കാറുണ്ട് ഇഷ്ടം അറിയിക്കുന്നല്ലാണ്ട് അതൊക്കെ നീ ഇപ്പം പറയണോ? ഇപ്പം പറയണ്ട ഇത് വന്നല്ലോ. അല്ല, പണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടമില്ല, നിന്നെ ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ ഒരു തവണ വന്നത് നീ എന്നെ വല്ലാണ്ട് എന്ന് പറയണ്ടേ, എന്റെ മനസ്സിനെ ഇതാക്കി അതുകൊണ്ട് വന്നു. ഇനി വിളിക്കറ്, ഞാൻ വരുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ. അതല്ല, പോയി ഒരാളെ മാത്രം ഉണ്ടോ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ മാത്രം അങ്ങനെ ഒഴിവാക്കുന്നത് ശരിയുണ്ടോ? അഖില് നിന്റെ കൂടെ എപ്പോഴും ഇല്ലേ? അവനെ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. എന്ന് വെച്ചിട്ട് ഒരാൾക്ക് മാത്രമാണ് ദിവസം കൊടുത്തുകൊണ്ടേയിരിക്കുക? പിന്നെ ഇത് എല്ലാവർക്കും കൊടുക്കാനൊന്നും മറ്റേ വേറെന്തെങ്കിലും? അങ്ങനെയല്ല, അവനേക്കാൾ കൂടുതൽ ഞാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? നിന്റെ ഇഷ്ടം എനിക്കറിയാം. അഖില അങ്ങനെയല്ല ഇഷ്ടപ്പെട്ടത്. അഖില് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാ. അതൊക്കെ പോട്ടെ. ഇപ്പൊ എന്തുതന്നെയായാലും അഖില കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ ചേട്ടൻ, എന്തായാലും അഖിലല്ലല്ലോ കല്യാണം കഴിച്ച. നമ്മള് രണ്ടുപേരും വന്നില്ലല്ലോ. ഏതോ ഒരു മൂന്നാമതൊരാളല്ലേ കൊണ്ടുപോയത്. തന്റെ ഭാഗ്യക്കേട് എന്നല്ലാണ്ട്. അത് ഭാഗ്യക്കേടാണോ? അതെ, ഞാൻ അറിഞ്ഞത് നല്ല ഒന്നാം തരം ഭാഗ്യവാനാന്ന് വന്നതാണല്ലോ. എനിക്കിഷ്ടമില്ലാതെ ഒരു കല്യാണത്തിന് എന്റെ വീട്ടുകാർ നിർബന്ധിച്ച് എന്നെ കഴിപ്പിച്ച്. ഞാൻ അഖിലിനെ കല്യാണം കഴിക്കാനല്ലേ വിചാരിച്ചു. അതുകൊണ്ട് കല്യാണം കഴിച്ചൊക്കെ കൊടുക്കേണ്ടതല്ല, അഖിലിന് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. അത് മുതലെടുത്തിട്ട് നീ എന്നെ വിളിക്കണ്ട കേട്ടാ. എന്തിനായാലും ഞാൻ ഇപ്പൊ വിളിച്ചത് ഒരു തവണയും കൂടി വരുമോന്ന് ചോദിക്കാനൊന്നുമല്ല. പക്ഷെ എനിക്കങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോ ഇനിയും എന്റെ മനസ്സിലിങ്ങനെ ആഗ്രഹങ്ങൾ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. ഞാൻ വരില്ലേ? എനിക്ക് വരാൻ പറ്റൂല. എല്ലാം മോളെ, ഒരു തവണയും കൂടി നീ വന്നേ പറ്റുള്ളൂ. ഒറ്റ തവണയും കൂടി വരണം. അത് ഞാൻ നാളെയൊന്നും പറയുന്നത്, ഞാൻ ഒരു ദിവസം വിളിക്കുമ്പോ ഒരു തവണ വരണം. അല്ലേ പിന്നെ ഇതെല്ലാം മോശമല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി എന്നെ ശല്യപ്പെടുത്തരുന്ന്? ഞാൻ അറിയില്ലല്ലോ ഇത് ഇത്രയും നല്ല ഒരു ബിരിയാണി എന്നാ പഴമെന്നല്ല എന്താ പറയണ്ടേ. ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള സാധനം എനിക്കറിയില്ലേ.
ഞാ- ഞാൻ ഇനി വരൂല, അത് ഉറപ്പാ. എന്ത് പറഞ്ഞാലും ഞാൻ വരൂല. നീ ഇനി വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും, അത് ഉറപ്പാ. നീ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൊണ്ടുപോകും. എന്നാല് അത് ബുദ്ധിമുട്ടാവുകയെ. അത് സാരമില്ല. അതായത് നമ്മുടെ കയ്യില് ഞാൻ വന്നപ്പോഴേ, ഇന്നലെ വന്നപ്പോഴേ ഇനി ഒരിക്കലും വരൂലെന്ന് വിചാരിച്ചിട്ട് എനിക്കിത് ഇടക്കിടക്ക് ഓർമ്മിക്കാൻ വേണ്ടി കാണണ്ടേ. അതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ നീ പോയി കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴാണ് നമ്മൾ ചെയ്തതെല്ലാം മൊബൈലും എല്ലാം പകർത്തിയെടുത്തിന്. നീ എന്നെ ചതിക്കേനല്ലേ? ചതിച്ചൊന്നുമല്ല. അത്രയും നല്ല ഒരു ദിവസവും ഒരു നിമിഷമൊക്കെ എനിക്ക് ഇടക്കിടക്ക് ഓർമ്മിക്കുമ്പോൾ കാണണ്ടേ. അതിനു വേണ്ടി കാണാൻ വേണ്ടി അതതിനകത്തുണ്ട്. ഇപ്പോൾ വേണ്ടെങ്കിൽ എനിക്ക് അയച്ചുതരാം കാണാൻ. എനിക്ക് കാണുമൊന്നും വേണ്ട. അപ്പൊ നീ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന? അതൊന്നുമല്ല, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്തല്ലേ. രണ്ടാമത് വെച്ചാൽ ഞാൻ എനിക്ക് കാണാൻ വേണ്ടിയാ. എനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനത് അഖിലിനും കൂടി അയച്ചു കൊടുക്കാം, അവനും കൂടി കാണിട്ട് ആണോ. നീ എന്തിനാ നീ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ദ്രോഹിക്കുന്നൊന്നുമല്ല, സത്യം പറയാം. നീയല്ലേ എന്നെ ദ്രോഹിക്കുന്നത്. ഞാൻ എപ്പോഴേ ആഗ്രഹിക്കുന്ന ഇപ്പൊ അല്ലേ എനിക്ക് ഒരു തവണയെങ്കിലും നീ എനിക്ക് തരാൻ തോന്നിയത്. ഇനി എനിക്കിപ്പോ വേണ്ടത് ഇപ്പഴൊന്നും വേണ്ട, ഇപ്പൊന്നും വേണ്ട. ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ ഒന്ന് വന്നാ മതി. ഞാനിനി എന്താ പറയേണ്ടത്? ഇനിയിപ്പോ നീ കൂടുതലൊന്നും പറയൊന്നും വേണ്ട. ഇതിനെപ്പറ്റി നീ പേടിക്കൊന്നും വേണ്ട. ഞാന് വേറോടും ഇപ്പൊ കാണിക്കാനും പറയാനും മതി. ഇടയ്ക്ക് എനിക്ക് സന്തോഷം വരാൻ വേണ്ടി ഇടയ്ക്ക് ഞാനിത് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. കാണുമ്പം ഇപ്പൊ നീ ഇല്ലെങ്കിലും എനിക്ക് നമുക്ക് സ്വയമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ തോന്നുമല്ലോ. അങ്ങനെയൊക്കെ ഉപയോഗിക്കാമല്ലോ ഇത്. പക്ഷേ ഇല്ലേ, എന്നാ കാണാൻ ഭംഗിന്നറിയാം. നിനക്കറിയില്ലല്ലോ അത്. അത് കണ്ട് സന്തോഷിക്ക്. അല്ലാണ്ട് എനക്കൊന്നും പറയാനില്ല ഇനി. അല്ല, അത് നിന്റെ ഭംഗി നിനക്കറിയില്ല. സത്യം പറഞ്ഞ ഒരു അപാര ഭംഗിയാ കേട്ടാ കാണാൻ. നീ ഇനി അത് വേറെ ആർക്കും കാണിച്ചു കൊടുക്കൂല, അയക്കൂലെന്ന് എന്നോട് സത്യം ചെയ്യണം. അത് സത്യം. പക്ഷെ ഞാൻ അടുത്ത് വിളിക്കുമ്പോഴൊക്കെ വരുമോ എന്നുള്ള സത്യം നീ എനിക്കും തരണം. അത് സമ്മതമാണെങ്കിൽ ഞാനത് ആർക്കും കാണിക്കൂല, ഞാൻ മാത്രമേ കാണും. അത് പറ്റൂല. അത് പറ്റൂല. പിന്നെ ഞാൻ അടക്കാറുടെങ്കിലൊക്കെ ഞാൻ ചിലപ്പോ ഇല്ലേ ഈ സുഹൃത്തുക്കളൊക്കെ ആയിട്ടിരിക്കുമ്പോ ഈ എല്ലാരും കുറച്ച് മറ്റേ നമ്മള് ഈ ദാഹത്തിന് കുടിക്കുന്നതിന്റെ പുറം എന്തെങ്കിലുമൊക്കെ കുടിക്കുമല്ലോ. അപ്പൊ ആ കൂട്ടത്തില് ചില സുഹൃത്തുക്കൾ പറഞ്ഞു പറയാണ്ട്. അത് പറയാണ്ടിരിക്കണ്ടെങ്കില് നീ എനക്ക് എപ്പോഴൊന്നും വേണ്ട. ഞാൻ എപ്പോഴെങ്കിലും വിളിക്കുമ്പോ എന്റെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി ഒന്ന് വന്നാൽ. ഞാനിത് ആരോടും പറയട്ടെ എന്നാല്? നീ ഇത് ആരോടും പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നീ ഇനിയും ഇങ്ങനെ എല്ലാടും നീ ഇപ്പൊ ആരോട് പറഞ്ഞാല് നീ എന്തിനാ അവന് കൊടുത്തേന്നല്ലേ ചോദിക്കും. നീ എന്തിനാ അവന് വേറെ നിറയെ കൊടുത്തേ എന്നല്ലേ ചോദിക്കുള്ളൂ. അത് നീ ആലോചിച്ചോ. അപ്പൊ അതൊന്നും ഞാനിത് പെട്ടല്ലേ? അങ്ങനെ പെട്ടിട്ടൊന്നുമില്ല. നമുക്ക് സഹകരിക്കുന്നത് എനിക്ക് എന്റെ അടുത്തും കൂടി ഒന്ന് സഹകരിച്ചാ പോരേ, അല്ലാണ്ട് വേറെ എന്താ ഇതിനകത്തുള്ള. അത്രേ ഉള്ളൂ. ഇത് വലിയ ആനക്കാരിയൊന്നും എടുക്കണ്ട. പണ്ടൊക്കെ പറഞ്ഞു കേട്ടില്ലേ, എന്താ പറയാ, റെയിലും മേലോട്ട് എത്ര ട്രെയിൻ വന്നിട്ട് റെയിലിനെന്തെങ്കിലും സംഭവിക്കുന്നത്, അതുപോലെ കണക്കാക്കിയാൽ മതി. എന്തായാലും ഓടുന്നുണ്ട്. പിന്നെ അക്കൂട്ടത്തിൽ എന്റെ ഒരു ഓട്ടം കൂടി അങ്ങ് നടന്നോട്ടുന്നേ. അതുകൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചിട്ടൊന്നും നിർത്തണ്ട. ഒരു സന്തോഷം, എനിക്കും സന്തോഷം പോട്ടെ. നിന്റെ അടുത്തുള്ള സന്തോഷം എനിക്ക് ശകലം തരുന്നു, അത്രയും വിചാരിച്ചാ പോരേ. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. എല്ലാരും ഒരുമിച്ചല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. നമ്മളൊക്കെ സ്വന്തമായിട്ട് ചായ കാച്ചി കുടിക്കുന്ന എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ വേറെ ഇറങ്ങൊക്കെ വെച്ച് തരണ്ടേ? നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.